അപ്പോൾ ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ലൊരു അടിപൊളി കൊഴുക്കട്ട റെഡിയാക്കി എടുത്താലോ. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 2 കപ്പ് വറുത്ത നൈസ് പത്തിരിപ്പൊടി ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3 അച്ച് ശർക്കര നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു പിടിയോളം നട്ട്സും കൂടെ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതാ ഒരു 1/4 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ശർക്കരയുടെ ആ ഒരു പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മാവിൽ നിന്ന് ഒരു ഉരുളെടുത്തിട്ട് കൈവെള്ളയിൽ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മുടെ ആ ഒരു തേങ്ങാ മിക്സും കൂടെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ, ഒട്ടും ക്രാക്കില്ലാതെ. ഇനി നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള നമ്മുടെ ആ ബസ്മതി റൈസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിതാ ഒരു സ്റ്റീമറിലേക്ക് വഴനയില വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി കൊഴുക്കട്ട റെഡി കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ് കേട്ടോ.